ഹായ്, ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് ഹെർമൈറ്റ് പോളിനോമിയലിൻ്റെ റൊഡീഗ്രസ് ഫോർമുലയും അതുപോലെ തന്നെ റെക്കറൻസ് റിലേഷനുമാണ്. സോ ഫസ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുക റൊഡീഗ്രസ് ഫോർമുലയാണ്. ഇതിന് വേണ്ടിയിട്ട് ആദ്യം കൺസിഡർ ചെയ്യേണ്ടത് ഹെർമൈറ്റ് പോളിനോമിയലിൻ്റെ ജനറേറ്റിംഗ് ഫംഗ്ഷനെയാണ്. ഇ റൈസ് ടു 2xz മൈനസ് z സ്ക്വയർ എന്ന് പറയുന്ന ഫംഗ്ഷനെ വിളിക്കുന്ന പേരാണ് ജനറേറ്റിംഗ് ഫംഗ്ഷൻ ഓഫ് ഹെർമൈറ്റ് പോളിനോമിയൽ. ഇതിനെ എക്സിൻ്റെയും സെഡിൻ്റെയും ഫംഗ്ഷനാക്കി നമുക്ക് എഴുതാൻ പറ്റും. ദാറ്റ് ഈസ് എഫ് ഓഫ് എക്സ് കൊമ സെഡ് ഇസ് ഈക്വൽ ടു ഇ റൈസ് ടു 2xz മൈനസ് z സ്ക്വയർ വിച്ച് ഇസ് ഈക്വൽ ടു summation n is equal to 0 to infinity hn of x by n factorial into z raised to n. ഇതിൽ നമ്മൾ സമ്മേഷൻ ഒഴിവാക്കിയിട്ട് എന്നിൻ്റെ വാല്യൂസ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ പറയുന്ന ഇക്വേഷൻ കിട്ടും. ഇ റൈസ് ടു എക്സ് സ്ക്വയർ മൈനസ് സെഡ് മൈനസ് എക്സ് ദ ഹോൾ സ്ക്വയർ ഇസ് ഈക്വൽ ടു h0 of x by 0 factorial into x raised to 0 plus h1 of x by 1 factorial into z raised to 1 plus h2 of x by 2 factorial into z square plus etc. until n plus 1 by n plus 1 factorial into z raised to n plus 1. Then differentiating this with respect to zn, we get dou n of e raised to x square minus z minus x the whole square all divided by dou z raised to n is equal to hn of x n factorial into n factorial എന്ന് കിട്ടും. ഇതിൽ നിന്നും hn of x നമുക്ക് എഴുതാൻ പറ്റും. ദാറ്റ് ഇസ് hn of x is equal to e raised to x square into dou n by dou x raised to n e raised to minus 3 minus z the whole square എന്ന് കിട്ടും. ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ടിങ് ദ വാല്യൂസ് ഓഫ് z മൈനസ് എക്സിന് നമ്മൾ ടി എന്ന് കൊടുത്തു. അതുപോലെ തന്നെ സെഡിന് 0 എന്ന് കൊടുത്താൽ വി വിൽ ഗെറ്റ് ടി ഈസ് ഈക്വൽ ടു മൈനസ് എക്സ് എന്ന് കിട്ടും. ദെൻ ഇത് ഇതിലിട്ട് കൊടുക്കുക, ഈ ഇക്വേഷൻ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ hn of x is equal to e raised to x square into dou n e raised to minus t square divided by dou n t raised to n എന്ന് കിട്ടും. വേർ t is equal to minus x ആണ്. ദെൻ ഇതിനെ മാറ്റി നമുക്ക് എന്ത് ചെയ്താൻ പറ്റും? e raised to x square minus 1 raised to n dou n by e raised to minus x square all divided by dou xn എന്ന് എഴുതാൻ പറ്റും. സോ ഫൈനലി വി ഗെറ്റ് hn of x is equal to minus 1 raised to n e raised to x square dou n of e raised to minus x square by dou x raised to n എന്ന് കിട്ടും. ഇതാണ് ഹെർമൈറ്റ് പോളിനോമിയലിൻ്റെ ഡിഫറൻഷ്യൽ ഫോം. ഇനി ഈ ഒരു ഇക്വേഷനിൽ ഇതിന് നമ്മൾ ഇക്വേഷൻ 1 എന്ന് കൊടുത്തു. ഈ ഒരു ഇക്വേഷനിൽ എന്നിൻ്റെ വാല്യൂസ് ഇട്ട് കൊടുക്കുക. n 1 കൊടുക്കുക, 2 കൊടുക്കുക, 3 കൊടുക്കുക, എക്സെട്ര. സോ ഫസ്റ്റ് ഓഫ് ഓൾ വി ഗിവിംഗ് വാല്യൂസ് n is equal to 0. Then we get hn of x is equal to e raised to x square into e raised to minus x square which is equal to 1. Then n-ന് 1 കൊടുത്തു. അപ്പോൾ h1 of x is equal to minus 1 into minus 2x which is equal to 2x എന്ന് കിട്ടും. Then 2 കൊടുത്തു കഴിഞ്ഞാൽ 4x square minus 2 എന്ന് കിട്ടും. When we put n is equal to 3 we get 8x cube minus 12x എന്ന് കിട്ടും. അതുപോലെ തന്നെ 4 ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ 16x raised to 4 minus 48x square plus 12 എന്ന് കിട്ടും. So next we are moving to another topic, that is recurrence formula for Hermite polynomial. ഇതിൽ ഫസ്റ്റ് ഫോർമുലയാണ് hn 1 of x that is equal to 2n hn minus 1 into x എന്ന് കിട്ടും. ഇതിൻ്റെ നമ്മൾ പ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഇതെങ്ങനെ വന്നു എന്നുള്ളത് പ്രൂവ് ചെയ്യാണ്. സോ സ്റ്റാർട്ടിങ് ഫ്രം ദ ഇക്വേഷൻ, നമ്മുടെ ഫസ്റ്റ് ഇക്വേഷനിൽ റൊഡീഗ്രസ് ഫോർമുലയുടെ ഇക്വേഷൻ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. സമ്മേഷൻ n is equal to 0 to infinity hn of x z raised to n by n factorial is equal to e square x zx minus z square.
ഇതിനെ വിത്ത് റെസ്പെക്ട് ടു എക്സ് ഡിഫറൻഷിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വി ഗെറ്റ് ദ ഇക്വേഷൻ summation n is equal to 0 to infinity h1 of x into z raised to n by n factorial, which is equal to e raised to 2xz minus z square. And if we take 2z na poratheduthu, then summation n is equal to 0 to infinity hn of x z raised to n by n factorial. So finally നമുക്ക് എന്ത് കിട്ടും? 2 into summation n is equal to 0 to infinity hn of x into x raised to n plus 1 by n factorial എന്ന് കിട്ടും. സോ ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് z raised to n വാല്യൂ കണ്ടുപിടിക്കണം. സോ അതിന് വേണ്ടിയിട്ട് നമ്മൾ n റീപ്ലേസ് ചെയ്തിട്ട് n-1 കൊടുക്കുകയാണ് ഇക്വേഷനിൽ. സോ വി ഗെറ്റ് 2hn-1 of x zn minus n factorial എന്നുള്ളത് മാറിയിട്ട് n-1 factorial എന്നാവും. Then equating coefficient of zn on both side, we get h1 of x is equal to h1 of x by n factorial is equal to 2hn-1 of x by n-1 factorial. ഫസ്റ്റ് കിട്ടിയ n factorialനെയും അതുപോലെ തന്നെ n-1 ബോത്ത് സൈഡിലാക്കി എഴുതി കഴിഞ്ഞാൽ ഫൈനലി വി ഗെറ്റ് h n raised to 1 of x is equal to 2n hn-1 of x. Hence this is proved. And moving to the second formula, which is 2x hn of x is equal to 2n hn-1 of x plus hn plus 1 of x. For this, again we are considering the same equation. Sigma n is equal to 0 to infinity hn of x by n factorial into z raised to n equal to e raised to 2xz minus z square. Then differentiating on both sides with respect to z, we get summation n is equal to 0 to infinity hn of x by n factorial into en x minus n z raised to n minus 1, that is equal to e raised to 2xz minus z square into 2x minus 2z. So we get by arranging and taking summation on both sides, we get 2x summation n is equal to 0 to infinity hn of x z raised to n by n factorial minus 2z summation n is equal to 0 to infinity hn of x x raised to n by n factorial. Rearranging this equation, the equation becomes 2x summation n is equal to 0 to infinity hn of x z raised to n by n factorial, that is equal to 2 into summation n is equal to 0 to infinity hn of x z raised to n plus 1 by n factorial plus summation n is equal to 0 to infinity hn of x z raised to n minus 1 by n minus 1 factorial എന്ന് കിട്ടും. സോ നമുക്ക് z-ൻ്റെ വാല്യൂ അറിയണം നേരത്തെ പോലെ തന്നെ. സോ നമ്മൾ എന്ത് ചെയ്യാണ്, നേരത്തെ n-1 ആയിരുന്നു ഇട്ട് കൊടുത്തത്, അതുപോലെ ഇവിടെ നമ്മൾ ചെയ്യാൻ പോകുന്നത് n-നെ n-1 ഫസ്റ്റ് ടേമിലും അതുപോലെ n+1 സെക്കൻഡ് ടേമിലും ഇട്ട് കൊടുക്കുകയാണ്. സോ ദ ഇക്വേഷൻ ബിക്കം 2x summation n is equal to 0 to infinity hn of x by n factorial into z raised to n is equal to 2 into summation n is equal to 0 to infinity hn-1 of x x raised to z raised to n by n minus factorial plus summation n is equal to 0 to infinity hn plus 1 of x z raised to n by n factorial എന്ന് കിട്ടും. നേരത്തെ ചെയ്ത അതേപോലെ തന്നെ നമ്മൾ ബോത്ത് സൈഡിൽ എന്ത് ചെയ്യാണ്, z raised to n കോഎഫിഷ്യൻ്റ് എടുത്തു കഴിഞ്ഞാൽ 2x hn of x by n factorial is equal to 2 hn-1 of x by n minus 1 factorial plus hn plus 1 into x by n factorial എന്ന് കിട്ടും. സോ ഹെൻസ് പ്രൂവ്ഡ്. നമുക്ക് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ സെക്കൻഡ് റിലേഷൻ ആയിട്ടുള്ള 2x hn raised to x is equal to 2n hn minus 1 of x plus hn plus 1 of x എന്ന് കിട്ടും.
And moving to the third formula, which is hn1 of x is equal to 2x hn of x minus hn plus 1 of x. ഫോർ ദിസ് ഇത് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുകയാണ്, നമ്മുടെ ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് ഫോർമുല എടുക്കുകയാണ്. സോ ഇതിൽ നിന്ന് ഇനി മൂന്നാമത്തെ റിലേഷൻ h1 of x is equal to 2x hn of x minus hn plus 1 of x. ഇത് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ റെക്കറൻസ് 1ഉം 2ഉം ഫോർമുല നമ്മൾ എടുക്കുകയാണ്. എന്നിട്ട് രണ്ടാമത്തെ ഫോർമുലയിൽ നിന്നും ഫസ്റ്റ് ഫോർമുല സെപ്പറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വി വിൽ ഗെറ്റ് ദ ഇക്വേഷൻ h1 of x is equal to h1 of x minus 2x hn of x is equal to minus hn plus 1 of x എന്ന് കിട്ടും. സോ ഹെൻസ് ഇതിനൊന്ന് നമ്മൾ hn1 of xന് ഒരു സൈഡിലേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ വി ഗെറ്റ് ടു എക്സ് hn of x minus hn plus 1 of x എന്ന് കിട്ടും. ആൻഡ് ദ ലാസ്റ്റ് ഫോർമുല, ഫോർത്ത് ഫോർമുല, hn double dash of x minus 2x hn dash x plus 2n hn is equal to 0 എന്ന് കിട്ടും. ദെൻ ഫ്രം റെക്കറൻസ് ഫോർമുല, തേർഡ് റെക്കറൻസ് ഫോർമുല, നേരത്തെ നമ്മൾ ചെയ്തു വെച്ച തേർഡ് റെക്കറൻസ് ഫോർമുലയിൽ നിന്ന്, അതായത് hn dash of x is equal to 2x hn of x minus hn plus 1 of x എന്നുള്ള ഫോർമുല എടുത്തു. അതിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യാണ് വിത്ത് റെസ്പെക്ട് ടു എക്സ്. സോ വി ഗെറ്റ് 2n hn minus 1 എന്ന് കിട്ടും. ദെൻ നേരത്തെ ചെയ്ത പോലെ തന്നെ റീപ്ലേസ് ചെയ്യാണ്. എന്നിനെ n minus 1 അല്ല അവിടെ ചെയ്യുന്നത്, n plus 1 ആയിട്ട് കൊടുക്കുക. സോ വി ഗെറ്റ് h dash of n plus 1 is equal to 2 into n plus 1 of hn എന്ന് കിട്ടും. ദെൻ സബ്സ്റ്റിറ്റ്യൂട്ടിംഗ് ദ വാല്യൂ ഓഫ് h dash n plus 1നെ നമ്മൾ എന്ത് ചെയ്തു, ഇക്വേഷൻ 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുകയാണ്. ഇക്വേഷൻ ഫസ്റ്റ് ഫോർമുലയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ വി ഗെറ്റ് h ഡബിൾ ഡാഷ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 2hn പ്ലസ് 2x h dash of n മൈനസ് 2n hn മൈനസ് 2hn എന്ന് കിട്ടും. സോ ബൈ റീഅറേഞ്ചിങ് ദിസ് വി ഗെറ്റ് ദ ഇക്വേഷൻ, we get the formula hn double dash of x is x minus 2x hn dash of x plus 2n hn is equal to 0 എന്ന് കിട്ടും. So thank you.